ഹായ്, ഞാൻ ടോംസൺ ആന്റണി. എംഡെപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിൽ വൈക്കത്ത് എംഡെപ്പ് പുതിയതായി പൂർത്തീകരിച്ച ഇന്റീരിയർ വർക്കിൻ്റെ ഒരു സൈറ്റിലാണ് ഞങ്ങളുള്ളത്. ഈ വീട്ടിലെ കിച്ചണും അതുപോലെ പ്രയർ ഏരിയ, പാർട്ടീഷൻ ഏരിയ, അതുപോലെ വാഷ് ബേസിൻ ഏരിയ, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഈ വീട്ടിൽ ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്കുകളാണ്, അത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ഉള്ളിൽ കയറി തന്നെ കാണാം. നമ്മൾ ഫ്രണ്ട് ഡോർ കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പൂജ യൂണിറ്റ് ചെയ്തേക്കുന്നത്. പൂജ യൂണിറ്റ് എല്ലാ ഏരിയയിലും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഒരു റൗണ്ട് സ്ട്രക്ചറിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഫുള്ള് മറൈൻ പ്ലൈവുഡും WPC ഷീറ്റ് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അതിൽ CNC ആണ് കട്ട് ചെയ്തേക്കുന്നത്. CNCയിലാണ് ഈ കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ CNC കട്ട് ചെയ്താലേ കിട്ടുള്ളൂ. വളരെ ടൈനി ആയിട്ടുള്ളതും എന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൂജ യൂണിറ്റാണിത്. സിമ്പിളായിട്ടൊരു ലെഡ്ജ്, താഴെ ഒരു ഡ്രോയർ ബോക്സ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. അതിനോട് നേരെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ലിവിങ് ഡൈനിങ് ഏരിയ, ഒരു ചെറിയ പാർട്ടീഷൻ പോലെ. അത് MS-ന്റെ സ്ക്വയർ ട്യൂബിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബും പ്ലസ് അലുമിനിയം ഫ്രെയിമും അതുപോലെ PVC ഷീറ്റ് റൂട്ട് ചെയ്താണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. അവിടെ ലൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിനിമലായിട്ട് ചെയ്തേക്കുന്ന ഒരു വാഷ് ബേസിനാണ്. അതിന് മുമ്പായിട്ട് ഒരു UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു പാഷ്യോ ഏരിയ നമ്മൾ UPVC വിൻഡോ കൊടുത്തിട്ട് അവിടെയാണ് നമ്മുടെ വാഷ് ബേസ് സെറ്റ് ചെയ്തേക്കുന്നത്. വാഷ് ബേസിന് ഇവിടുന്ന് പാഷ്യോ ഏരിയയിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നോർമലായിട്ട് ഒരു മിറർ ലാമ്പും കൊടുത്ത് താഴെ ഒരു ബോട്ടം ബോക്സും കൊടുത്ത് മിനിമലായിട്ട് ചെയ്തേക്കുന്ന ഒരു വാഷ് ബേസിൻ കോൺസെപ്റ്റാണിത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ഏരിയ ആണ്. മുകളിൽ നമുക്ക് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വെർട്ടിക്കൽ പറവളയായിട്ട് MS ട്യൂബിൽ നൽകിയ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് ഏരിയ, അതുപോലെ ഡൈനിങ് ഏരിയ, അതുപോലെ നമ്മുടെ ഓപ്പൺ കിച്ചൺ, ആ ഓപ്പൺ കിച്ചണും നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഓപ്പൺ കിച്ചനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. ഇവിടുന്ന് വന്നാൽ നമ്മുടെ ഓപ്പൺ കിച്ചണിലോട്ടാണ് എത്തുന്നത്. അവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ കയറി ഓപ്പൺ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു U ഷേപ്പിൽ ചെയ്തേക്കണ ഒരു ഓപ്പൺ കിച്ചണാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. U ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ചെയ്തേക്കണത്. ട്രയാങ്കിൾ മെത്തേഡ് നമ്മുടെ കിച്ചണിൽ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു പാറ്റേണാണ് ഈ ട്രയാങ്കിൾ മെത്തേഡ്. നമ്മുടെ സിങ്ക്, അതുപോലെ സ്റ്റൗ, അതുപോലെ ഫ്രിഡ്ജ്, ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. ഈ ഒരു ട്രയാങ്കിൾ മെത്തേഡ് ചെയ്ത ഒരു കിച്ചണാണിത്. നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കിച്ചൺ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാറ്റേണാണിത്. ഇനി ഈ കിച്ചൻ്റെ ഓരോരോ യൂണിറ്റുകളെ കുറിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറയാം. ആദ്യം പറയാനുള്ളത് ബോട്ടം യൂണിറ്റിനെ കുറിച്ചാണ്. ബോട്ടം യൂണിറ്റ് ചെയ്തേക്കണത് ഫുള്ളായിട്ട് നമ്മൾ ബോക്സ് ആയിട്ടാണ് ചെയ്തേക്കണത്. PVC ഷീറ്റ്, അലുമിനിയം പ്രൊഫൈൽ, സെയിം കളറുള്ള പ്രൊഫൈൽ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. ഈ ബോക്സ് യൂണിറ്റിലൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും ബോട്ടം ആണെങ്കിലും ഫുള്ളായിട്ട് സെയിം കളർ ഷീറ്റ് വെച്ചാണ് കവർ ചെയ്തേക്കണത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ്. ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ ഉള്ളിലായപ്പോലും ക്ലീൻ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. അതിൽ നോർമൽ SS-ന്റെ ഹിഞ്ചസും കൊടുത്തേക്കുന്നത്. SS-ന്റെ ഹിഞ്ചസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാസ്ക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 ബാസ്ക്കറ്റ് നമ്മുടെ സ്റ്റൗ യൂസ് ചെയ്യുന്നതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ചിൻ്റെ പ്ലെയിൻ ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ഇഞ്ചിൻ്റെ പ്ലേറ്റ് ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റുകളെല്ലാം വെക്കാവുന്ന രീതിയിലാണ് ആ പ്ലേറ്റ് ബാസ്ക്കറ്റും കൊടുത്തേക്കുന്നത്. ഈ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോർണർ യൂണിറ്റ് ഇതുപോലെ തന്നെ ഡബിൾ സൈഡിൽ നിന്ന് ആക്സസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഒന്നും യൂസ് ചെയ്യാതെ 2 സൈഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്, ഈ കാണുന്ന ഒരു ഷീറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് പുതിയ ഒരു ബ്രാൻഡാണ്. വീനസ് എന്ന കമ്പനിയുടെ ഒരു പുതിയ ബ്രാൻഡഡ് ഷീറ്റാണ്. ഇതിന് 2 സൈഡും സെയിം കളർ ഷീറ്റാണ്. സാധാരണ നമുക്ക് ഇങ്ങനെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഒരു ബ്ലാക്ക് കളറോ അല്ലെ വൈറ്റ് കളറൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ 2 കളറും സൈഡും സെയിം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ഷീറ്റ് കാണാൻ, ആ ഒരു വർക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്തു പറയേണ്ടത്. ഇനി ഇതിൻ്റെ വാൾ യൂണിറ്റിനെ കുറിച്ച് സിമ്പിളായിട്ട് പറയാം. വാൾ യൂണിറ്റ് ഇവിടെ വരുന്ന ഫ്രിഡ്ജിൻ്റെ നേരെ ടോപ്പായിട്ട് ജസ്റ്റ് ഒരു സ്റ്റോറേജ് ഞങ്ങൾ
കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡബിൾ ഫോൾഡിങ് ഡോർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് നേരത്തെ ഞാൻ വീടുകളിൽ പറയണ പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. താരതമ്യേന പൊക്കം ഇല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് ഈ ഡബിൾ ഫോൾഡിങ് സിസ്റ്റം യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഇവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ, നമുക്ക് ക്ലീൻ ചെയ്ത് പൊടിയും കൊണ്ട് പോരാനായിട്ട് ഇവിടെ മുകളിലും ബോട്ടത്തിൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ബോട്ടത്തിൽ ഷീറ്റ് ചെയ്തേക്കണം. അതിൻ്റെ കൂടാതെ ടോപ്പിലും ഷീറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരെ എൽ ടൈപ്പ് നമ്മൾ മടങ്ങി വരാത്തവർക്ക് നമുക്ക് ഇതുപോലെ 2 ഓപ്പൺ ഡോറാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കണം. ഈ ഒരു 2 ഓപ്പൺ ഡോറിൽ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഓപ്പൺ നിഷസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ നിഷസിൻ്റെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പൈസസ് ഒക്കെ ഇതിനകത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോ ആയിരിക്കും. അതാണ് അങ്ങനെ ലൈറ്റിംഗ് സിസ്റ്റം കൊടുത്തേക്കണം. പിന്നെ ഇവിടെ 2 ഓപ്പൺ സ്റ്റോറേജ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹുഡ് ആൻഡ് ഹോബിൻ്റെ ചിമ്മിനി, ഈ ഹുഡ് ഹൈഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജ് പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാനും അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഹൈഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ മോളിൽ വരുന്ന ബോക്സ് ആണെങ്കിലും എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അത് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇങ്ങോട്ട് നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പോലെ ഒരു ഓപ്പൺ നിഷസ് 2 കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഓപ്പൺ 3 ഡോർ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഓപ്പൺ ഡോർ കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പൺ ഡോർ സിസ്റ്റം യൂസ് ചെയ്തേക്കണേ. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഡോർ ലിഫ്റ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് തന്നെ സിങ്കിൻ്റെ ഏരിയയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കഴുകി ഇവിടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് മേടിച്ച് വെച്ച് ഇവിടെ GTPT യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം എന്തെങ്കിലും നോർമൽ സ്റ്റാൻഡ് മേടിച്ച് വെച്ചാൽ പോലും അവർക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നേരെ ഒരു ഓപ്പൺ നിഷസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വയ്ക്കാനും നമുക്ക് സ്റ്റോറേജ് കൊണ്ട് കിട്ടുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഒരു വാൾ യൂണിറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് പങ്കുവയ്ക്കാനുള്ള. ഇനി ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വീടുകളിലും കാണുന്ന പോലെ ഒരു ടോൾ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടോൾ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ക്രോക്കറി കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ടോൾ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, ഒരു ക്രോക്കറി കൺസെപ്റ്റ് ആയിട്ട് ചെയ്ത് ഇവിടെ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ വയ്ക്കാവുന്ന രീതി ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നീട് ഇത് മാറ്റി നമുക്ക് ടോൾ യൂണിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പേസിൽ തന്നെയാണ് ഈ ഒരു യൂണിറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോൾ യൂണിറ്റ് പിന്നീട് വീട്ടുകാർക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഈ ഒരു സ്റ്റോറേജ് പോരാ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടോൾ യൂണിറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തേക്കണേ ഇവിടെ നമ്മൾ ഫ്ലഷ് ആയിട്ടാണ് യൂസ് ചെയ്തേക്കണേ. ഇവിടെ നിന്ന് ജസ്റ്റ് നിന്ന് യൂസ് ചെയ്യാവുന്ന രീതി. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അധികം സ്പേസ് പോകാത്ത രീതി ചെയ്യണം എന്ന് ക്ലയൻറ്റ് പറഞ്ഞായിരുന്നു. കാരണം ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പേസ് ചെറുതായത് കാരണം ഇവിടെ തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 20 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് നമുക്ക് കാല് കയറ്റി ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കണേ. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ജസ്റ്റ് ഹാങ്ങിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ഭംഗിയാക്കാനും ടോട്ടൽ ഏരിയ വളരെ കൂടുതലായിരുന്നു. ടോപ്പ് ഹൈറ്റ് വരെ നമ്മൾ ആർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കൂടുതലായത് കാരണം ജസ്റ്റ് ഒരു ഡിവിഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് 2 ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഈ ഏരിയയ്ക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഏരിയയ്ക്ക് കൂടുതൽ ഭംഗിയും കൂടെ കിട്ടുന്നതിനാണ് അങ്ങനെ ഒരു MS-ന്റെ സ്ക്വയർ ട്യൂബിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഹാങ്ങിങ് യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. ശശികുമാർ സാർ, ഞങ്ങളുടെ ഈ ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് ഇവിടെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു? വർക്കിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ? നല്ല രീതിയിലുള്ള വർക്കായിരുന്നു. ഓക്കെ 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 കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തന്നു. ശരി 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 സമയത്തും കാലത്തും ഒക്കെ കിട്ടി. ശരി ശരി കറക്റ്റായിട്ട് തീർത്തു തന്നു. തീർത്തു തന്നു. ഓക്കെ. ഇതുപോലെയുള്ള വേറൊരു വർക്കുകൾക്ക് വേണ്ടിയും ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് MWT ടീമിനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഓക്കെയാണ് സാർ? ഓക്കെ, തീർച്ചയായിട്ടും ഓക്കെ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. ഓക്കെ 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 നല്ല രീതിയിൽ നമ്മുടെ കൂടെയുള്ള ടീമും മെമ്പേഴ്സും എല്ലാം നല്ല രീതിയിൽ നമ്മളോട് ഇത് ചെയ്തു. ഓക്കെ 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 കോർഡിനേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ താങ്ക് യു ശശികുമാർ സാർ. ഇവിടുത്തെ സാറിൻ്റെ അച്ഛനാണ് സാർ. ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് ശശികുമാർ സാർ നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ വർക്ക് തന്നതിനും ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതിനും നന്ദി. അല്ലെങ്കിൽ നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ഓക്കെ 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 ആദ്യമേ തൊട്ട് നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. ശരി ശരി. ഇത് റെക്കമെൻഡ് ചെയ്ത പാർട്ടിയും വന്ന് എൻ്റെ അടുക്കലെന്ന് പറഞ്ഞു. ഓക്കെ 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 നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തന്നു. ഇത് കണ്ടിട്ട് പലർക്കും ഇഷ്ടപ്പെട്ടു. പലരും വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 താങ്ക് യു സാർ.